ഹായ് ഫ്രണ്ട്സ്, നമ്മളെന്ന് വന്നേക്കുന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായ കരിമീനുമായിട്ടാണ്. അപ്പോൾ കരിമീൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മീനാണ്. അപ്പോൾ കരിമീൻ ഡ്യൂപ്ലിക്കേറ്റാണ് നമ്മൾ തിലാപ്പിയ എന്ന് പറയുന്ന സാധനം. പക്ഷേ ഈ തിലാപ്പിയല്ല, 100% ഒറിജിനൽ ISO സർട്ടിഫൈഡ് കരിമീൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാലത്തൊരു നൊസ്റ്റാൾജി മീനാണ് ഈ കരിമീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വഴിയാം. ആദ്യം നമുക്ക് കരിമീൻ ക്ലീൻ ചെയ്യാൻ ഒരുപാട് പേർക്ക് അറിഞ്ഞൂടാത്തവരുണ്ട്. അപ്പോൾ അതിനൊരു ചെറിയ അറിയാവുന്നവർക്ക് അത് ഏറ്റവും ക്ലീനിങ് ആണ് ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കരിമീൻ ക്ലീൻ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ഒരു ചെറിയ പൊടിക്കൈ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് നല്ലതുപോലെ ഇതിൻ്റെ ആ ചെതുമ്പലെന്ന് പറയുന്ന സാധനം നല്ലപോലെ കത്തി വെച്ച് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സൈഡിലെ ആ മുള്ളുണ്ടല്ലോ, ആദ്യമേ മുള്ളാണ് കട്ട് ചെയ്യേണ്ടത്. എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് കുറവുണ്ട്, ആദ്യമേ ഞാൻ ചെതുമ്പൽ ട്രൈ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ സൈഡിലുള്ള മുള്ളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ചെതുമ്പൽ എടുത്തത്. ഈ കരിമീനിന് എല്ലാവരും പറയുന്നത് ക്ലീൻ ചെയ്യാനാണ് പാട്, നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ട്. പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിഗംഭീര അടിപൊളി കിടിലൻ ടേസ്റ്റായൊരു മീനാണ് നമ്മുടെ കരിമീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കരിമീനിൻ്റെ കൂടുതലും കഴിക്കുന്നത് നമ്മുടെ കുഞ്ഞ് വെള്ളത്തിലുള്ള കൊഞ്ചിൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ കൂത്താടി അതങ്ങനത്തെ സാധനങ്ങളാണ് കഴിക്കുന്നത്. പിന്നെ വേറൊരു സാധനം കരിമീൻ പ്രധാനമായിട്ട് കഴിക്കുന്നത് ഞാനിപ്പോൾ എന്തായാലും വീഡിയോയിൽ പറയുന്നില്ല, അത് കേൾക്കുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് ഞാനിപ്പോൾ അത് വീഡിയോയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കത്തി ഉപയോഗിച്ച് അതിൻ്റെ ചെതുമ്പിലൊക്കെ നല്ലതുപോലെ ഇളക്കി ക്ലീൻ ചെയ്യുക. നമുക്ക് ഏകദേശം ഒരു 5 മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ അതിൻ്റെ ചെതുമ്പിലൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ സാധാരണ നമ്മൾ ക്ലീനിങ് പ്രോസസ്സിൻ്റെ സ്റ്റാർട്ടിങ് ചെയ്യും. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല ക്ലീനായിട്ട് ചെതുമ്പിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ തല ഭാഗത്തും അതിൻ്റെ സൈഡിലൊക്കെ ചെറിയ കറുപ്പിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. ഇതിനാണ് നമ്മൾ പണ്ടുള്ളൊരു ഈ കല്ലിൽ ഉരയ്ക്കും, നമ്മുടെ പാറക്കല്ലിൽ ഉരയ്ക്കും. നമുക്ക് അതിന് പകരം വേറൊരു പണി ചെയ്യാം. നമ്മളെ പുളിവെള്ളം, നമ്മൾ സാധാരണ പിഴിപുളിയില്ലേ, ആ പുളിയുടെ വെള്ളത്തിൽ നമ്മുടെ ഈ പുളി പിഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം ഈ മീനൊന്ന് ഇട്ടേക്കും. ഒരു 10-15 മിനിറ്റ് നമ്മൾ മീനിങ്ങനെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതേപോലെ കത്തി വെച്ചായി കഴിഞ്ഞാൽ അതിൻ്റെ ആ കറുപ്പ് പോയി കിട്ടും. നമ്മൾ പണ്ട് ഈ കല്ലിൽ വെച്ചാൽ വരും. കാരണം എൻ്റെ ഡാഡിയുടെ വീട് കൊല്ലമാണ്. അപ്പോൾ നമ്മൾ അപ്പച്ചി എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രംകാർക്ക് പാടായിരിക്കും, കൊല്ലത്ത് അപ്പൻ്റെ പെങ്ങളാണ് നമ്മൾ അപ്പച്ചി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ കല്ലിലുകൊണ്ടാണ് ഉരച്ച് ഇതിനെ ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആ പാടൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് പുളി വെള്ളത്തിൽ ക്ലീൻ. അപ്പോൾ എല്ലാ മീനും നമ്മൾ ക്ലീൻ ചെയ്തതാണ് അടിപൊളിയായിട്ട് നല്ല സുന്ദര കൂട്ടനായിട്ട് നമ്മൾ മീനെടുത്ത്. ഇനി ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റ് എടുക്കണം. അതായത് നമ്മുടെ വയറ് ഭാഗത്ത് എൻ്റെ കുടലും എൻ്റെ പൂവും ചെകളപ്പൂവും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് എൻ്റെ വയറൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കറക്റ്റ് എനിക്ക് അത്ര വലിയ ഇതില്ല, എന്നാലും ഇങ്ങനെ ക്ലീൻ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം മീൻ ക്ലീൻ ചെയ്യാൻ പോലെ മീൻ ക്ലീൻ ചെയ്യാൻ അറിഞ്ഞൂടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്ലീൻ ചെയ്താൽ നമുക്ക് അത്യാവശ്യം ക്ലീനായി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ വീട്ടിലെ അമ്മമാരും പെട്ടെന്ന് കൈവാക്കിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. തൽക്കാലം മീൻ കിട്ടിയാൽ നമുക്ക് അത്യാവശ്യം ഇത് ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തുള്ള ചെകളയില്ലേ അതിങ്ങനെ വലിച്ച് പുറത്തെടുക്കുക. നമ്മളുടെ പുറത്തുള്ള സാധനം വെച്ചിരിക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്ത് കളയുന്നുള്ളതാണ്. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതങ്ങനെ വെച്ചേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇതിൻ്റെ ആ ഒരു സാധനം നമുക്ക് അതിൻ്റെ ഗിൽസും കാര്യങ്ങളും പുറത്ത് വന്നു. ഇനി നമുക്ക് നേരത്തെ ആ കട്ട് ചെയ്ത സ്ലിറ്റിൽ കൂടെ ഇങ്ങനെ വിരലിട്ട് കഴിഞ്ഞാൽ മുള്ള് ശ്രദ്ധിക്കണം. അപ്പം അതൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ചൂണ്ടയിൽ പിടിക്കുന്ന മീനാണെന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിച്ചു. ചിലപ്പം ചൂണ്ടയൊക്കെ പൊട്ടി ഇതിനകത്തിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കൈ ഇടുമ്പോൾ നമുക്ക് കയ്യിൽ കുത്തു കേൾക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. എന്നിട്ട് നമ്മൾ ഇതേപോലെ എൻ്റെ സാധനങ്ങളൊക്കെ എൻ്റെ കോട്ടലും കാര്യങ്ങളൊക്കെ വലിച്ച് പുറത്തിട്ട് ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം മീനും നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ കഴുകിയ മീൻ നമ്മൾ ഇതേപോലെ വരയിട്ടിട്ട് കാരണം നമുക്കൊരു ഫ്രൈ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി പൊള്ളിച്ചതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ലൈക്ക് കാർഡിലും കൊടുത്തേക്കാം. ഫിഷ് റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ മീനെല്ലാം കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ഇതിൻ്റെ മസാല തേക്കണം. അതിനായിട്ട് നമുക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് പെരിഞ്ചീരകം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇഞ്ചിയില്ല, നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ വരുന്നത് മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. നിങ്ങളെടുക്കുന്ന മീനിൻ്റെ അനുസരിച്ച് മീനിൻ്റെ മെഷർമെൻറ്റ്സിൽ മാറ്റം വരുത്തിക്കോളൂ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ അരച്ച് നല്ലൊരു തിക്ക് പേസ്റ്റാക്കി എടുത്താൽ മാത്രമേ നമുക്ക് മീനിനെ പുരട്ടിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചേക്കാം. ഞാനത് വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല, അതുകൊണ്ട് എടുത്ത് പറഞ്ഞു. നാരങ്ങ നീരും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ നമ്മുടെ മീനിൽ തേച്ച് പിടിപ്പിക്കാം. നമുക്ക് നല്ലതുപോലെ മീനിൻ്റെ ആ വിടവിലൊക്കെ നമ്മൾ വരഞ്ഞു കൊടുത്തില്ലേ, അതിനകത്തൊക്കെ തേച്ച് ഫുൾ നമ്മുടെ മീനിനെ കുളിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ വയറ് കീറിയ ഭാഗത്തും കുറച്ച് സൈഡിലൊക്കെ തേച്ച് കൊടുക്കുമ്പോഴത്തേന് മൊത്തത്തിൽ ആ മീനിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മൾ കറിവേപ്പിലേൻ്റെയും ഇഞ്ചി നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയുടെ ഒക്കെ നല്ല മണം കിട്ടും. എന്നിട്ട് നമ്മൾ തേച്ച് വെച്ച് നമ്മൾ ഏകദേശം ഒരു 3 മീനിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നുണ്ട്. നല്ലപോലെ തേച്ച്
ഒരു അടിപൊളി കിടലൻ മണമായിരിക്കും നമുക്ക് ഈ ഒരു മസാലയ്ക്ക്. ഒരു 10-15 മിനിറ്റ് നമുക്ക് വെച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്ക് നല്ലൊരു അടുപ്പിൽ നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം. ഇത് മേടിച്ചതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെയും നമ്മുടെ ഈ സ്റ്റൗവിൻ്റെ മേടിച്ചതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത്യാവശ്യം നിങ്ങൾക്ക് ഇതേപോലെ പുറത്ത് കുക്ക് ചെയ്യാനുള്ളവർക്ക് അല്ലെങ്കിൽ ട്രാവലിംഗ് പോകുമ്പോൾ കുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു അടുപ്പും അതിൻ്റെ ചെറിയ ഗ്യാസ് സ്റ്റൗവിൻ്റെയും അത് നമുക്ക് പമ്പിൽ നിന്ന് മേടിക്കാം. ബാക്കി ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പറ്റുന്നൊരു മേടിച്ചേക്കണം. നമ്മുടെ ഈ തവയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ നമുക്ക് ആദ്യം ഉദ്ഘാടനമുണ്ട്. ചില തവയിൽ ഇങ്ങനെ ഇങ്ങനെ കരിഞ്ഞ് പിടിക്കുമെന്ന് പറയും. അപ്പം നമ്മൾ ആദ്യം ചെറിയ മീനിട്ട് കൊടുത്ത് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത വലിയ മീൻ വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കറിവേപ്പില ഒന്ന് ബെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ മീനിട്ട് പൊരിച്ചെടുക്കാം. അതിൻ്റെ പുറത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പം കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ കരിഞ്ഞ് പിടിക്കത്തില്ല, പാത്രത്തിൽ കരിഞ്ഞ് പിടിക്കത്തില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ലപോലെ ഒരു 10-15 മിനിറ്റ് ഒരു സൈഡിൽ ഫ്ലെയിം കുറച്ചിടുക, അധികം ഫ്ലെയിം ആക്കരുത്. കുറച്ചിട്ടതിന് ശേഷം ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡും കൂടെ ഇട്ട് മറിച്ച് ഇതേപോലെ മുരിച്ചെടുത്താൽ നല്ല അടിപൊളി കരിമീൻ കിട്ടും. നമ്മുടെ മമ്മൂക്ക പറഞ്ഞ പോലെ ഇച്ചിരി മുളക് പൊടിയും ഒരു തോടെ എണ്ണയും കരിമീനും കൊണ്ടിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ ഒരു പറ ചോറുണ്ടാകും. ഈ ഒരു സിനിമയിൽ നമുക്ക് പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ട്. കണ്ടില്ലാത്തൊരു കണ്ടു നോക്കണേ ആ ഒരു സീൻ പറയുന്നത്. അന്ന് പറഞ്ഞാൽ കറക്റ്റാകും. കരിമീൻ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ചോറിന്, ഒരു മോരോ രസമോ എന്തെങ്കിലും മതി. അത്ര ടേസ്റ്റുള്ള ഗംഭീര ടേസ്റ്റുള്ളൊരു മീനാണ് നമ്മുടെ കരിമീൻ എന്ന് പറയുന്നത്. എല്ലാവരും കഴിച്ചിട്ടുണ്ട്, ഒബ്വിയസ്ലി എല്ലാവരും കഴിച്ചിട്ടുണ്ട്. നമ്മളിന്ന് കരിമീനെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല. കരിമീൻ കഴിച്ചിട്ടില്ലാത്തൊരു ആരെങ്കിലും തന്നെ കാണത്തില്ല മലയാളികളായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കരിമീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ കരിമീൻ ഫ്രൈയുടെ വീഡിയോ നേരിട്ട് നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കരിമീൻ ഫ്രൈ കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഫിഷ് നിർവ്വാണയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വളരെ കുറച്ച് കാലം മുന്നേ വരെ അല്ലെങ്കിൽ ഇപ്പോഴും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നമ്മുടെ ഷെഫ് പിള്ളയുടെ സ്പെഷ്യൽ ഐറ്റം ഫിഷ് നിർവ്വാണ നമ്മൾ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. എന്തായാലും പുള്ളിക്കാരൻ ചെയ്യുന്ന ആ ഒരു ടേസ്റ്റും സ്റ്റൈലും ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടേതായ രീതിയിൽ നമുക്ക് വീട്ടിൽ അത്യാവശ്യം കൊതി തോന്നിയാൽ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളിയിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വാഴയിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ മീനിനെ വെച്ച് കൊടുക്കണം. നമ്മൾ 2 മീൻ എടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ കരിമീൻ ഫ്രൈയുടെ വീട് കണ്ടില്ലാത്ത ദിവസം പോയി കണ്ടു നോക്കണേ. അപ്പോൾ അതില്ലാത്തവർക്ക് നിങ്ങൾക്ക് കരിമീൻ നിർവ്വാണ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാലും മതി. അപ്പോൾ നമ്മൾ അതിനകത്ത് ഫ്രൈ ചെയ്തിരിക്കുന്ന മസാലയും കറിവേപ്പിലയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇടുന്നുണ്ട്. തീരെ കുഞ്ഞാക്കണ്ട, ഇച്ചിരി കഷ്ണമായിട്ട് കിടന്നോട്ടെ. സവാള നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലൊപ്പം തന്നെ നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കും, നീളത്തിന് കണ്ടിച്ച മാങ്ങ, ഇഞ്ചി. മാങ്ങയുടെ പുളി നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ മാങ്ങയും ഇഞ്ചി ഇട്ടു, കറിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു. അപ്പം ഇത്രയും നമ്മൾ ഇട്ടിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. ഞാൻ ഏകദേശം 2 തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങയുടെ പാൽ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അധികം ബോയിൽ ആവേണ്ട, ആക്ച്വലി ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഉപ്പിട്ടാണ് മീനിന് മസാല പുരട്ടിയതെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ തേങ്ങാപ്പാലിന് ആവശ്യമുള്ള മാത്രം ഉപ്പ് നമ്മൾ ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ അതിനകത്ത് കുരുമുളക് പൊടിയും ഇടുന്നു. ഇത് രണ്ടാണ് നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യുന്നത്. വേറെ ഒന്നും ആഡ് ചെയ്യുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിഷ് സ്റ്റോക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിഷിൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്യാം. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത്രയാക്കിയിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. മീനും നമ്മുടെ എല്ലാ സൈഡിലൊന്നും ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക, ഇറക്കുക. ചൂടായിരിക്കും. അടിപൊളി. സൂപ്പർ ചെഫ്, അടിപൊളി. സൂപ്പർ. അങ്ങനെ ഷെഫ് സുരേഷ് പിള്ളയുടെ ഫിഷ് നിർവ്വാണ ഞങ്ങളും ഉണ്ടാക്കി.